मेरे प्यारे बच्चों साहब ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं बच्चों आप ठीक है ना എല്ലാ മക്കളും അടിപൊളിയല്ലേ യെസ് നാളെയാണ് നമ്മുടെ ഹിന്ദി പരീക്ഷ അല്ലേ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് നമുക്ക് എഴുതണം നാളത്തെ പരീക്ഷയോട് കൂടി നമ്മൾ അവധിയിലേക്കൊക്കെ പോവാണ് റെഡി അല്ലേ യെസ് അപ്പോൾ നമുക്ക് നമ്മുടെ അവസാനത്തെ പരീക്ഷ നല്ല സെറ്റ് ആക്കണം എല്ലാ മക്കളും നമ്മുടെ സൈലത്തെ ഫോളോ ചെയ്യുക നമുക്ക് സെറ്റ് ആക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മാഷ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഷുവർ ആയിട്ടും നാളത്തെ പരീക്ഷയിൽ ഒരു ചിത്രം തന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ആ ചോദ്യമാണ് അപ്പോൾ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് ശ്രദ്ധയോടുകൂടി നോക്കിക്കോളൂ യെസ് എന്താണ് ഇത്തരത്തിൽ നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സഹി മിലാൻ കരേ അല്ലേ ശരിയായത് നമ്മൾ എന്ത് ചെയ്യണം യോജിപ്പിക്കണം അല്ലേ അപ്പോൾ ശരിയായിട്ട് കൊടുക്കണം അപ്പോൾ ചിത്രം തന്നിട്ട് അപ്പോൾ എന്താണ് ഇത് ശരിയാക്കാനുള്ളത് അല്ലേ സഹി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം എന്താണ് സഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ശരി സഹി മിലാൻ അല്ലേ അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക അപ്പം നമുക്ക് ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചിത്രം മലയാളത്തിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഓരോന്നായി നാളത്തെ പരീക്ഷയിൽ ഒരു ചിത്രം തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മക്കളെ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഐഡൻറ്റിഫൈ ചെയ്യും അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി കാണുന്നില്ലെങ്കിൽ കണ്ണാടൊക്കെ ഊരിയിട്ടൊന്ന് നോക്കി നോക്കുക അല്ലേ ഈ സംഭവം ഇതിലൂടെ കണ്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ പറയുന്ന ആ ചിത്രം എന്താണെടാ ആദ്യം നമ്മൾ പറയുന്ന ആ ചിത്രം എന്താണ് അണ്ണാനാണ് അല്ലേ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു നോക്കി നമ്മൾ എന്ത് ചെയ്തു ക്ലിയർ ചെയ്തു അല്ലേ അപ്പോൾ അണ്ണാനാണ് ഉറപ്പാ അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ കണ്ടെത്തി രണ്ടാമത്തേത് എന്താ രണ്ടാമത്തെ എന്തോ ഒരു പക്ഷിയാണ് എന്ത് പക്ഷിയാണെന്ന് അറിയില്ല പക്ഷെ ഒരു പക്ഷിയാണ് അല്ലേ അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്തു നല്ല പച്ച മലയാളത്തിൽ ഐഡൻറ്റിഫൈ ചെയ്തു മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് എന്താ ഞണ്ടാണ് അല്ലേ ഞണ്ടിനെയും നമ്മൾ എന്ത് ചെയ്തു ഐഡൻറ്റിഫൈ ചെയ്തു അല്ലേ നാലാമതായി നമ്മൾ കാണുന്നത് എന്താ ചിത്രശലഭമാണ് അഥവാ പൂമ്പാറ്റയാണ് അല്ലേ ചിത്രശലഭം അല്ലേ ചിത്രശലഭമാണ് അഥവാ പൂമ്പാറ്റയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം അല്ലേ അതും നമ്മൾ എന്ത് ചെയ്തു ഐഡൻറ്റിഫൈ ചെയ്തു അല്ലേ ഇനി അഞ്ചാമതായി നമ്മൾ കണ്ടത് എന്താ കാണുന്നത് കുരങ്ങനെയാണ് കുരങ്ങനെയും നമ്മൾ എന്ത് ചെയ്തു ഐഡൻറ്റിഫൈ ചെയ്തു അല്ലേ അപ്പം എന്തെല്ലാം കണ്ടു എന്നുള്ളത് വളരെ ലളിതമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു അണ്ണാനെ കണ്ടു പക്ഷിയെ കണ്ടു ഞണ്ടുണ്ട് ചിത്രശലഭം അഥവാ പൂമ്പാറ്റയുണ്ട് കുരങ്ങനുണ്ട് അപ്പം നമുക്ക് തന്ന ചിത്രങ്ങളിൽ 5 നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി അല്ലേ ഇനി എന്താണ് ഇതിൻ്റെ താഴെ ഹിന്ദി വാക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അത് സഹി മിലാൻ എന്നുള്ള ആ ചോദ്യം നമുക്ക് തന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താ ആ ചിത്രത്തിന് അനുയോജ്യമായതല്ല എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് കണ്ടോ ആ ഒരു ഉദാഹരണം നമ്മൾ നോക്കുക അണ്ണാനാണ് ചിത്രം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് പക്ഷേ ബന്ദർ എന്നാണ് കൊടുത്തത് അപ്പോൾ അണ്ണാന് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് മാഷെ ബന്ദർ എന്നല്ലല്ലോ എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും ഇല്ലേ വന്നിട്ടില്ലേ യെസ് അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അപ്പോൾ ബന്ദർ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇനി ഹിന്ദിയിൽ പറഞ്ഞ ഈ വാക്കുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ബന്ദർ എന്ന് പറഞ്ഞാൽ എന്താണെടാ ബന്ദർ എന്ന് പറഞ്ഞാൽ എന്താണ് യെസ് ബന്ദർ എന്ന് പറഞ്ഞാൽ കുരങ്ങനാണ് അല്ലേ കുരങ്ങനാണ് അത് നമ്മൾ കണ്ടെത്തി ഇനി നമുക്ക് അടുത്ത തന്നത് തിത്തലിയാണ് തിത്തലി നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ് ചിത്രശലഭം അല്ലേ അഥവാ പൂമ്പാറ്റയാണ് തിത്തലി അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തോ ഇനി നമുക്ക് ഗിൽഹരി എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഗിൽഹരി നമ്മൾ പഠിച്ചു നമ്മുടെ പാഠഭാഗത്തിലൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ അണ്ണാൻ അല്ലേ ആ പാഠഭാഗവും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഗിൽഹരി അണ്ണാനാണ് എന്ന് നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു ഇനി നമുക്ക് ചിടിയ മാഷെ ചിടിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 100% ഉറപ്പാണ് എന്താണ് പക്ഷി എന്നാണ് എന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ അതും എൻ്റെ മക്കൾ എന്ത് ചെയ്തു ഐഡൻറ്റിഫൈ ചെയ്തു കണ്ടോ സെറ്റല്ലേ ഇനി നമുക്ക് അവസാനമായിട്ട് കേക്കിടാ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണ് ഇത് ഞണ്ടാണ് ഇനിയിപ്പോൾ 4 നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുള്ളൂ 5ാമത്തത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും 4 ശരിയായിട്ട് നിങ്ങൾ സെറ്റാക്കിയാൽ 5ാമത്തെ ഓൾറെഡി ബാലൻസ് വരുന്ന ഒരു ചിത്രമായിരിക്കും അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഒരു ഹിന്ദി രീതി ഉപയോഗിച്ച് ഹിന്ദി ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെയും കണ്ടെത്താം അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം ഓരോന്നായിട്ട് കാണാൻ പോവാം ബന്ദർ അപ്പോൾ ബന്ദർ എന്താണെടാ മക്കളെ ബന്ദർ കുരങ്ങനാണ് അപ്പോൾ ഈ ചിത്രം നമ്മൾ ഏതാണ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു ഒന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുത്തു അല്ലേ ഇത് നിങ്ങൾ ഓരോന്നായിട്ട് അതിൻ്റെ താഴെ അടിവര ഇട്ടിട്ട് ചെയ്യേണ്ടതാണ് അല്ലേ ബന്ദർ കുരങ്ങനാണ് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചിത്രം എന്താടാ തിത്തലി എന്താ പൂമ്പാറ്റയാണ് അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു മൂന്നാമത്തെ ഗിൽഹരി അണ്ണാനാണ് അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു അല്ലേ നാലാമത്തെ പക്ഷിയാണ് അത് 2ാമത്തെ കോളത്തിലുള്ള ആ പക്ഷിയുടെ ചിത്രത്തിലേക്ക് നമ്മൾ വരച്ചു അല്ലേ അഞ്ചാമതായിട്ട് ഞണ്ടാണ് അതും നമ്മൾ എന്ത് ചെയ്തു വരച്ചു അപ്പോൾ ഇത്തരത്തിലാണ് എന്നുള്ളത് എൻ്റെ മക്കൾ മനസ്സിലാക്കുക അല്ലേ അപ്പോൾ ബന്ദർ എത്രാമത്തെ കോളത്തിൽ അപ്പോൾ നമുക്ക് ഓരോന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാഷ് എന്ത് ചെയ്യാം ഓരോന്നിനും ഓരോ നമ്പർ കൊടുക്കാം 1 2 3 4
5 അല്ലേ? നമ്മൾ ഹിന്ദിയിൽ എണ്ണുമ്പോൾ 1 2 3 4 5 അല്ലേ? ഇത്തരത്തിൽ 5 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 5 എണ്ണം ശരിയായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ബന്ദർ എത്രാമത്തെ ചിത്രാടാ? ബന്ദർ ചിത്രം 5 ആണ് അല്ലേ? നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതേപോലെ പക്ഷി രണ്ടാമത് നമുക്ക് തിത്തലിയാണ്. അപ്പോൾ തിത്തലി ചിത്രം ഏതാ? 4 ആണ് നമ്മൾ കൊടുത്ത. അതേപോലെ ഗിൽഹരി ചിത്രം ഏതാടാ? 1 ആണ്. അതേപോലെ പക്ഷി അല്ലേ? ചിത്രം 2 ആണ് പക്ഷിയുടേത്. അതേപോലെ ഞണ്ട് ചിത്രം ഏതാടാ? യെസ് 3 ആണ്. അപ്പോൾ ഇത്തരത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പരീക്ഷ പേപ്പറിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഓരോന്ന് എഴുതിയിട്ട് ബന്ദർ എന്ന് പറഞ്ഞാൽ ഇന്നതാകുന്നു, ഇന്ന ചിത്രമാകുന്നു, അതായത് ബന്ദർ കുരങ്ങനാകുന്നു. ഇത്തരത്തിൽ നമുക്ക് ശരിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയണം. അപ്പോൾ ഇത്തരത്തിൽ എൻ്റെ മക്കൾ നാളത്തെ പരീക്ഷയിൽ ചിത്രം തന്നിട്ട് നിങ്ങളോട് യോജിപ്പിക്കാൻ പറഞ്ഞാൽ 5 മാർക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ ആക്ടിവിറ്റിയുടെ മാർക്ക് നേടിക്കൂടെ? ഇനി ഇതല്ല മറ്റേതെങ്കിലും ചിത്രം വരികയാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ പാഠഭാഗത്തിലൊക്കെ സെറ്റാക്കിയതാണ്. അതുകൊണ്ട് ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ സിമ്പിളായിട്ട് എൻ്റെ മക്കൾക്ക് നേടാൻ കഴിയൂലേടാ? യെസ്. അപ്പോൾ അത്രയുമേൽ സിമ്പിളായിട്ട് എൻ്റെ മക്കൾക്ക് ഇതേപോലെ ഒരു ആക്ടിവിറ്റി വന്നാൽ ചെയ്യാൻ കഴിയുമെന്ന് മാഷിന് ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? എക്സാം ഒക്കെ എഴുതണം. അപ്പോൾ റെഡി അല്ലേ? യെസ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നല്ല സെറ്റായിട്ട് നാളത്തെ പരീക്ഷ എഴുതണം. എല്ലാ മക്കൾക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.